അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മയിൽ വരുന്നു. ആശാൻ്റെ പത്നി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. കലാമണ്ഡലം ഓട്ടംതുള്ളൽ കലാകാരി ഒരു കലാകുടുംബമായി മാറുകയും മാത്രമല്ല നമ്മുടെയൊക്കെ മനസ്സ് പിടിച്ചു പറ്റുകയും ചെയ്ത ഒരു കലാകാരി കൂടിയാണ്. ഇന്നിപ്പോൾ ആശാൻ്റെ ഒപ്പം ഇല്ല, നമ്മളെ വിട്ടുപോയി. ആ ഒരു എന്താ പറയുക അവസ്ഥ കൂടി തരണം ചെയ്യാൻ ഈ കല അദ്ദേഹം ചിന്തകളും എഴുത്തുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഇനി ആദ്യത്തെ കലാമണ്ഡലത്തിലെ ജോലി കിട്ടിയ ഒരു സംഗതിയിലേക്കൊന്ന് വന്നാൽ സന്തോഷമാണ്. കാരണം ആ പഠിച്ച സ്ഥലത്ത് തന്നെ അധ്യാപകനാവാനുള്ളൊരു യോഗം അത് ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഞാനൊന്ന് തിരുത്തും. ആദ്യം അതൊരു നിമിത്തമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ഇതിനു മുമ്പ് എവിടെയോ ഒരു ചടങ്ങിൽ വെച്ചിട്ട് ഇത്രയധികം സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുള്ളൊരു കലാകാരൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തണം സദസ്സിന്. അതൊരു സത്യമാണ്. കാരണം അവർക്കൊക്കെ എന്നെ അറിയുന്നതുകൊണ്ട് പറയുന്നത്. ഇത് പറയാൻ കാരണം ഇപ്പം ഞാൻ കോങ്ങൂർ പള്ളി പറഞ്ഞു, മാവേലിക്കര പറഞ്ഞു, ഇരിങ്ങാലക്കുട കഴിഞ്ഞു, ദർപ്പണയിലേക്ക് എത്തി. പേരിന് വേണമെങ്കിൽ ഒരു മാസം അടയാർ കലാക്ഷേത്രത്തിൽ അവിടെ ഉണ്ടായിട്ടല്ലേ ഒരു മാസം. അത് ചന്ദ്രമണ്ണാടിയാശൻ്റെ ആവശ്യാർത്ഥം മൂപ്പരാണോ കൊണ്ടുപോയത്. ഇത് ആരെയും മുഷിപ്പിച്ചിട്ടില്ല. ഒരു ചുവന്ന മഷിയിൽ ഒരു കടലാസ് ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഒരു സ്ഥലത്തു നിന്നും മേടിച്ചില്ല. മൃണാളി സരാഭായുടെ ഒന്നാന്തരം ഒരു സർട്ടിഫിക്കറ്റ് ഒരൊറ്റ ആൾക്ക് അവർ കൊടുത്തിട്ടുള്ള കഥയില്ല, പക്ഷെ എനിക്ക് തന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. ഇത് പറയുമ്പോൾ വിവാഹത്തിൻ്റെ കാര്യമാണല്ലോ ചോദിച്ചത്. ഇവർ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലം മുതലൊക്കെ എനിക്ക് ഇവരെ അറിയാം. പക്ഷെ ഒരു പ്രേമവിവാഹം എന്നൊന്നും ഇതിന് പറയാൻ പാടില്ല. കാരണം ആത്മാവ് ആ തൊട്ട മുറിയിൽ അവിടെ ഇപ്പോഴും എഴുതിപ്പോട്ട്. ഇത് ഒരു സഹതാപത്തിൽ നിന്ന് നടത്തിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവർ നൃത്തം പഠിക്കാൻ കലാമണ്ഡലത്തിൽ പോയ കുട്ടിയാണ്. നൃത്തം പഠിക്കാൻ പോയ സമയത്ത് കോമാട്ടിൽ അച്യുതമേനാണ് അന്ന് കലാമണ്ഡലം ചെയർമാൻ. വള്ളത്തോളിന് ശേഷം അദ്ദേഹമാണ് വന്നത്. ഈ കോമാട്ടിൽ അച്യുതമേന് 12 വയസ്സിൽ കൂടുതലുള്ള ഒരു കുട്ടികളെയും നൃത്തത്തിന് എടുക്കേണ്ട ആ തീരുമാനം വന്നു. MT വാസുദേവൻ നായരുടെ ഭാര്യ സരസ്വതി, ഇവരൊക്കെ ആ ഒരു കൊല്ലാണ് ചേർന്നത്. അതുകൊണ്ട് പറയാം. അപ്പോൾ ഇവർക്ക് കാണാൻ വെച്ചാൽ അതിനു മുമ്പ് ഒരു കലാപാരമ്പര്യ കുടുംബമാണ്. പട്ടിക്കാന്തൊടി രാവണ്യമേനോൻ ആശാൻ കലാമണ്ഡലത്തിൽ നിന്ന് പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് മഹാകവി വള്ളത്തോൾ നിയമിച്ച ആചാര്യൻ കടമ്പൂർ ഗോപാലൻ നായർ ആശാനായിരുന്നു. ഈ പകുതി പുറപ്പാടൊക്കെ ചിട്ടപ്പെടുത്തിയത് അദ്ദേഹമാണെന്നാണ് പറയുക. കാവുങ്കൽ ചാത്തുണ്ണി പണിക്കരുടെ ഗുരുനാഥൻ. പക്ഷെ വേഷം അരങ്ങത്തൊന്നും അത്ര ശോഭിച്ചിരുന്നില്ല എന്നാണ് പഴമക്കാർ പറയാറ്. പക്ഷെ പഠിപ്പിക്കേണ്ട കാര്യത്തിലും താളത്തിൻ്റെ കാര്യത്തിലും ഇതായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഈ പകുതി പുറപ്പാട്. ഈ പകുതി പുറപ്പാട് ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നത് തന്നെ കലാമണ്ഡലത്തിലും അഹമ്മദാബാദ് ദർപ്പണയിലുണ്ട്. വേറെ ഒരു സ്ഥലത്തും പകുതി പുറപ്പാട് പഠിപ്പിക്കാറില്ല. അങ്ങനെ വന്ന് ഇരിക്കുന്ന കാലത്ത് അവരുടെ സഹോദരിയുടെ മകനാണ് നിങ്ങൾ പറയുന്ന കലാമണ്ഡലം ദേവകിയുടെ അച്ഛൻ. അദ്ദേഹം കോട്ടയ്ക്കൽ PSP നാട്യസംഘം ആയിട്ടില്ല. അദ്ദേഹം കോട്ടയ്ക്കൽ പരമശിവവിലാസം നാടക കമ്പനിയിലെ പാട്ടുകാരനായിട്ട് അന്നത്തെ അടുത്ത മിത്രാണ് കോട്ടയ്ക്കൽ വാസു നെടുങ്ങാടി. ഇത് വള്ളത്തോൾ കലാമണ്ഡലമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്ന ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കോട്ടയ്ക്കലും തോന്നി നാടക കമ്പനി നിർത്തിയിട്ട് കഥകളി അങ്ങനെ ആ പരമശിവവിലാസം നാടക കമ്പനി PSP നാട്യസംഘമാണ്. ഈ കഥകളി ആയപ്പോൾ കുറേ ആൾക്കാർ അവിടുന്ന് ഒഴിവായി പോയി.
അതിൽ ഒരാളാണ് ഇവരുടെ അച്ഛൻ ഭാഗവതർ ദാമോദരൻ നായർ, കടമ്പൂർ ദാമോദരൻ നായർ എന്നാണ് പറയുക. പാട്ട് അത്ര ഈ പറഞ്ഞില്ലേ വളരെ ശാരീരം വളരെ കനം കുറഞ്ഞതായിരുന്നു. അതുകൊണ്ട് കച്ചേരി നിർത്തിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല. പക്ഷേ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യത്തിൽ വളരെ വിദ്വാനായിരുന്നു ആൾ. ഇതൊക്കെ കണ്ടിട്ടാണ് തൻ്റെ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് ഒരു 6-7 വയസ്സ് മുതൽ തന്നെ ഈ സംഗീതത്തിനോടും നൃത്തത്തിനോടൊക്കെ കുറച്ച് താല്പര്യം വന്നു. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഒരു നെല്ലുവായ KN നമ്പീശൻ്റെ നേതൃത്വത്തിൽ അന്നൊക്കെ എവിടെയൊക്കെ പുഴ ഒഴുകുന്നുണ്ടോ അവിടെയൊക്കെ ഒരു കലാസ്ഥാപനം ഉണ്ടാവുന്ന കാര്യമാണ്. അങ്ങനെ ഇവിടെ ഒരു വാഴാനിപ്പുഴ ഈ വഴിക്കാണ് പോണത്. KN നമ്പീശന് അടയാർ കലാക്ഷേത്രം അങ്ങനെയാണ്, ദർപ്പണം അങ്ങനെയാണ്, ശാന്തിനികേതനം അങ്ങനെയാണ്, കലാമണ്ഡലം ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ ഇവിടെയും തുടങ്ങി ഒരു ലളിത കലാലയം എന്നുള്ളൊരു സ്ഥാപനം. അതിൽ വിദ്യാർത്ഥി ആയിട്ട് തുടങ്ങി. അതാണ് കഥകളി ആശാൻ തന്നെ. ഇയാൾ ഈ കലാമണ്ഡലം സുന്ദരനാരായൺ ഈ കുറേ മുതിർന്നതിന് ശേഷമാണ് കലാമണ്ഡലത്തിൽ പഠിക്കാൻ വരുന്നത്. അങ്ങനെ പഠിക്കാൻ വരുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം ഗുരു ഗോപിനാഥൻ്റെ ശിഷ്യനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥകളിക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുന്ന ഈ ഒരു ഇതൊക്കെ വന്നപ്പോഴേ അദ്ദേഹത്തിന് ഒരു കൊല്ലം കിട്ടി. അങ്ങനെ കലാമണ്ഡലത്തിൽ വന്ന് പഠിക്കാൻ തുടങ്ങി. അദ്ദേഹമാണ് ഇവിടുത്തെ ഡാൻസിൻ്റെ ഗുരുവായിട്ട് തുടങ്ങിയത്. അരങ്ങേറ്റം കഴിഞ്ഞതൊന്നുമില്ല. അരങ്ങേറ്റത്തിന് മുമ്പ് തന്നെ അവർ നിർത്തി. കാരണം അച്ഛൻ ഭാഗവതരാണല്ലോ. അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള കണക്ഷനും എന്തോ തൃപ്തി തോന്നിയില്ലേ തോന്നണം. അങ്ങനെ ദേശമംഗലം ശങ്കരനാരായണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗോപിയാശാൻ്റെ ഒക്കെ സീനിയറാണ്. കലാമണ്ഡലത്തിൽ നിന്ന് ഒരു അടി പോലും കിട്ടാതെ കണ്ട് പഠിച്ച വിദ്യാർത്ഥി. അത്ര വേഷം അത്ര അരങ്ങത്ത് കേമല്ല. പല കാലഘട്ടങ്ങളിലും അവിടെ പേര് പറഞ്ഞേ ദേശമംഗലം ശങ്കരനാരായണൻ ഒരു പല സ്ഥലത്തും ഇരുന്നുണ്ട്. കലാമണ്ഡലത്തിനും കുറേ കാലം താൽക്കാലികമൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കഥകളി പഠിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ കുട്ടിയെ കുറച്ച് കഥകളി പഠിപ്പിക്കാനായി. അപ്പോഴേക്കൊരു 5-8 വയസ്സായിരുന്നു. മൂപ്പര് കൊണ്ടുപോയി അവിടെ 8ാമത്തെ വയസ്സ് മുതൽ തന്നെ പൂതനാമോഷം ആണ് ആദ്യം മൂപ്പര് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. കളി പഠിച്ച് അങ്ങനെ കഥകളി പഠിച്ച് ഇറങ്ങേറിയുണ്ടല്ലേ? കഥകളി പഠിച്ചിട്ടാണ് അരങ്ങ് കയറിയിരിക്കുന്നത്. അത് പൂതന. പക്ഷേ ഈ അരങ്ങേറ്റം ഈ ഗുരുനാഥന് കഴിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അദ്ദേഹത്തിന് പാറ്റ്നയിൽ ജോലി കിട്ടിയിട്ട് അദ്ദേഹം പാറ്റ്നയിലേക്ക് പോയി. ആ സ്ഥാനത്ത് സദനം കൃഷ്ണൻകുട്ടീനെ വരുത്തി. എന്നിട്ട് ഇവരെയൊക്കെ ദേശമംഗലത്ത് പനിക്കിൽ വെച്ച് അതിഗംഭീര ഒരു കളി, കൃഷ്ണനാരായണനൊക്കെ ഉള്ള ഗംഭീര കളിയാണ്. അന്നാണ് അരങ്ങേറ്റം. മഹാനായിരുന്ന DH നമ്പൂതിരിപ്പാട് ആണ് ആദ്യം ഒരു പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഒറ്റയ്ക്ക് പോലെ കലാമണ്ഡലത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞ് ഇവർക്ക് കലാമണ്ഡല ഭ്രമം അങ്ങനെ തുടങ്ങി. അങ്ങനെ കലാമണ്ഡലത്തിൽ വന്നു. അപ്പോഴേക്കും 1 വയസ്സ് കൂടിയിരുന്നു. 13 വയസ്സായിരുന്നു. ഒരേ അമ്മാവൻ്റെ തൻ്റെ അമ്മാവൻ്റെ മകളുടെ കല്യാണ ദിവസം ഇവർ വിദ്യാർത്ഥിയായിട്ട് കലാമണ്ഡലത്തിലേക്ക് പോവുക. അതും കൂടി ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അവിടെ ചെന്ന് ഒരു തരത്തിൽ സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ ചിന്നമ്മ ടീച്ചറും സത്യഭാമ ടീച്ചറും ഒക്കെയാണ് ഇൻ്റർവ്യൂ ബോർഡിലെ കലാകാരന്മാരുള്ളത്. അവർക്ക് കുട്ടിയെ തൃപ്തി. മറ്റുള്ളവർ കൃഷ്ണൻകുട്ടി പുതുളച്ചനൊക്കെ അന്ന് ഈ ഇൻ്റർവ്യൂ ബോർഡിലുണ്ട്. പക്ഷേ ചെയർമാൻ പറഞ്ഞല്ലേ എടുക്കൂ. അത് അങ്ങനെ തുള്ളലിക്കാക്കിയില്ല. അപ്പോഴേക്കും ഈ ദാമോദരൻ നായരുടെ കുട്ടിയല്ലേ, അതിനൊരു ചാൻസ് കൊടുക്കാതെ കണ്ട് ശരിയല്ല എന്ന് അവർ തമ്മിലൊരു ചെറിയൊരു ധാരണയിൽ വന്നപ്പോൾ നിനക്ക് ഓട്ടംതുള്ളൽ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഈ കൃഷ്ണൻകുട്ടി പൊതുവളാശൻ. ഓട്ടംതുള്ളൽ നേരാവണ്ണം കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചേർന്ന പോലെ തന്നെ അതും ഒരു യോഗം പോലെ മിടുക്കുണ്ടെങ്കിൽ ഡാൻസും പഠിക്കാനായി. ഈ ഉഗ്രന്മാരായ ടീച്ചർമാർ ഇന്നിപ്പോൾ കേൾക്കുന്ന ഇവരില്ലേ, ഇവർ മുഴുവൻ നൃത്തവും പഠിപ്പിച്ച ആളാണ് അവർ. ARR ഭാസ്കർ മാഷ്, സത്യ ടീച്ചറില്ല, ചിന്നമ്മ ടീച്ചറാണ് മോഹിനിയാട്ടം പഠിപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഭരതനാട്യം പഠിപ്പിച്ചത് സാക്ഷാൽ കാവുങ്കുൽ ചാത്തനപ്പടിക്ക് ദർപ്പണയിൽ വെച്ച്. ഈ കുച്ചിപ്പിടി CR ആചാര്യലു
എന്ന് പറഞ്ഞിട്ട് യാമിനി കൃഷ്ണമൂർത്തിയും ഗുരുനാഥനാണ് അത്രേ ദർപ്പണയിലുണ്ടായിരുന്നു. ചാത്തനപ്പണിക്കരെ പോലെ വളരെ യോഗ്യനായിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് കുച്ചിപ്പിടി ഇന്നത്തെ കലാമണ്ഡലത്തിൻ്റെ എന്താ വീശിയല്ല എന്താ അതിൻ്റെ അപ്പുറത്തൊരു സ്ഥലമില്ലേ മല്ലികാ സാരാഭായി, ഇവരുടെ കുച്ചിപ്പിടിയും അവരുടെ ഭരതനാട്യമായിട്ട് 3-4 സ്റ്റേജ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ തലപ്പള്ളി താലൂക്കിൽ തന്നെ ഒരുപക്ഷെ കലാമണ്ഡലം സന്തതികളിൽ ആദ്യം കുച്ചിപ്പുടി ചെയ്തിട്ടുണ്ടാവുക ഹൈദരാലിയുടെ പാട്ടോടുകൂടി ശിവദാസൻ കലാമണ്ഡലം ശിവദാസൻ മൃദംഗം ഇങ്ങനെയായിട്ട് നമ്മുടെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ നടന്നത്. ഏത് വർഷമായിരുന്നു കല്യാണം? കല്യാണം 72-ലാണ്. അത് കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ ചേർന്നു. അപ്പോൾ കുട്ടികളും മുതിർന്നതിന് ശേഷമാണ് കലാമണ്ഡലത്തിൽ ജോലിക്ക് ചേരണേ അല്ലേ? കുട്ടികളും കുറച്ച് കുട്ടികളല്ലേ. ഞാൻ സ്വന്തമായിട്ട് വീടും ഒരു ഇരിപ്പിടമൊക്കെ ആയി കഴിഞ്ഞു ജീവിതത്തോട് കൂടിയിട്ട് അത്യാവശ്യം ഊണ് കഴിക്കാനുള്ള സ്ഥലവും തുടങ്ങി ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. ഏത് വർഷമാണ് കലാമണ്ഡലത്തിലേക്ക് അധ്യാപകനായിട്ട് പോകുന്നത്? 81ആണോ? 81. ഞാൻ ഓർക്കാനൊരു കാരണമുണ്ട്. എനിക്ക് ജോലി കിട്ടിയത് ആ വർഷം. സന്തോഷം. ഞാൻ കളി കാണാൻ കലാമണ്ഡലത്തിൽ വരുമ്പോൾ അങ്ങക്ക് അവിടെ ജോലി കിട്ടിയെന്നുള്ള വിവരം അറിയണു. കലാമണ്ഡലം പുതിയ കലാമണ്ഡലം ഉണ്ടായിട്ട് 78-90 ഉദ്ഘാടനം തോന്നും. ആ കാലം മുതൽ കളി കാണാൻ വരുന്ന കാലത്ത് അതിവിടെയോ ഈ ജോലി കിട്ടിയതിന് ശേഷം അങ്ങയെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അറിയണത് ഈ അന്നത്തെ കലാകാരന്മാരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും സംസാരിക്കാൻ ഒരു അറിയുന്ന കലയാവട്ടെ, അല്ല ഇനി സാഹിത്യ സംബന്ധിയാവട്ടെ, കലയുടെ സങ്കേത സംബന്ധിയാവട്ടെ ഒക്കെ സംസാരിക്കുന്നവർ വളരെ കുറവായിരുന്നു അന്ന കാലത്ത്. പുതുളാശാൻ്റെ കാര്യം എനിക്ക് അത്രയും പിടിയില്ല. അദ്ദേഹം സംസാരിക്കാൻ അങ്ങനെ താല്പര്യപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ കൂട്ടത്തിൽ നിന്ന് കലാമണ്ഡലത്തിൽ എക്കാലത്തും ഒരു സ്റ്റേജിൽ കയറി ഇതൊക്കെ പറയാൻ ഇന്നിപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇതൊക്കെ പറയാം. ആദ്യം കേട്ടിട്ടുള്ള പേരങ്ങയുടെ കലാമണ്ഡലത്തിൽ നന്നായി സംസാരിക്കണു, ഇത്തരം കാര്യങ്ങളൊന്ന് പബ്ലിക്കിനെ മനസ്സിലാക്കാൻ സംസാരിക്കേണ്ടി വന്നാൽ അതിനൊരു അരങ്ങൊരുങ്ങിയത് ഇവിടുന്ന. അതിനരങ്ങൊരുങ്ങാൻ ഒരു കാരണം കലാമണ്ഡലത്തിൽ അധ്യാപകനായിരിക്കണ കാലത്ത് നമ്മുടെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ്റെയൊക്കെ ഗുരുനാഥനായിട്ടുള്ള നമ്മുടെ ചന്ദ്രമനാടിയാരൻ, പല്ലാവൂരപ്പുമാരാർ, ഈ 2 മഹാന്മാർക്കും ഫെല്ലോഷിപ്പ് കൊടുക്കുന്ന ദിവസം ആലിപ്പറമ്പ് ശിവരാമപുതമാണ്. ഇവർക്കൊക്കെ ഫെല്ലോഷിപ്പ് കൊടുക്കുന്ന രംഗം ഞാൻ ഇങ്ങനെ മനസ്സിലിരുന്ന് കാണാറുണ്ട്. അതുവരെയൊന്നും പ്രസംഗമൊന്നും ഈ കുട്ടികളുടെ ഇടയിൽ എന്തെങ്കിലും പരിപാടി നടത്താറുണ്ടല്ല. ഇവർക്കൊക്കെ ഒരു നന്ദി 2 വാക്ക്. എന്നാൽ ശിവരാമപ്പാള് കുട്ടിപ്പാടി സേവ നമുക്കറിയാലോ, കൊട്ടുംപാട്ടും വിശേഷം എന്ന് പറഞ്ഞത് വള്ളത്തോളിൻ്റെ ഒരു കവിത തന്നെയുണ്ട്, ശ്ലോകം തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്ക് മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് 4 വാക്ക് പറയാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് ഒട്ടും പറ്റുന്നില്ല. മണ്ണാടിയരസൻ്റെ കാര്യം പറയണ്ട. ഇത്രയും മഹത്തുക്കളായിട്ടുള്ള ഇവരുടെ കയ്യിലുള്ള ഈ തൊഴിലൊക്കെ മറ്റുള്ളവൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു സൂചന കൊടുക്കാനെങ്കിൽ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവരൊക്കെ ഇന്ന് ഒരുപക്ഷെ ആസ്ഥാന വിദ്വാൻമാരായിട്ട് ലോകം മുഴുവൻ അറിഞ്ഞിരുന്നു. പക്ഷേ അവർക്കത് സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ചിന്ത മുഴുവൻ ഞാൻ പടിഞ്ഞാറ് നടക്കുന്ന ഈ മഹാരഥന്മാരുടെ അക്ഷരശ്ലോകം കേട്ടിട്ടെന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് തുടങ്ങിയിരിക്കണം. അത് കലാമണ്ഡലത്തിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വഴിക്ക് ഇങ്ങനെ മേപ്പെട്ട് പോയതാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അങ്ങനെ ഞങ്ങളൊരു അധ്യാപക സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ആ അധ്യാപക സംഘടനയിൽ രൂപം കൊടുത്ത ആൾക്കാരിൽ ഒരാളും ഞാനുമാണ്. അങ്ങനെ ഒരു പണിക്കൊരു വർഷം ഞാൻ നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് എന്തേ ഉണ്ടായി? ഇപ്പോൾ നോക്കുമ്പോൾ ബാക്കി കാര്യങ്ങളിലൊക്കെ കുറച്ച് കുറവുണ്ടെങ്കിലും മിടുക്കന്മാർ കുട്ടികൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ അവരുടെ ഈ വക വിഷയങ്ങൾ ചെയ്യുന്നേക്കാട്ടിലും കൂടുതൽ വിഷയങ്ങൾ പറയാനും കൂടി അവർ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ മാന്യതയ്ക്ക് മാറ്റം വന്നു. ഈ മാന്യതക്കുറവ് ഇതിന് തുടക്കം കുറിക്കാൻ അതിനെനിക്ക് പ്രചോദനം കേശവേട്ടനാണ്. കലാമണ്ഡലം കേശവേട്ടനെ എനിക്ക് കുട്ടിക്കാലം മുതൽക്ക് ഭ്രമമാണ്. എൻ്റെ എല്ലാ കാര്യം മൂപ്പരുടെ പല ഇതും കയ്യെഴുത്ത് പ്രതി മുഴുവൻ എൻ്റെയാണ്. ശരി. ഇപ്പം ഈ യാത്രകളൊക്കെ എവിടെയെങ്കിലും വരുമ്പോൾ നീണ്ട ദിവസങ്ങളൊക്കെ ഒരേ സ്ഥലത്ത് താമസിക്കുമ്പോൾ മൂപ്പര് പറയാൻ ഞാൻ എഴുതാം. എൻ്റെ കൈയക്ഷരം വലിയ കുഴപ്പമില്ല എന്നാണ് അവർക്കൊക്കെ പറയാറുള്ളത്. അതുകൊണ്ട് അതും ഒരു ചാലക്കുടി നമ്പീശൻ പറഞ്ഞൊരു കാര്യം ഇപ്പം ഒന്ന് ഓർക്കുകയാണ്.
കലാമണ്ഡലത്തിൽ 2 മദ്ദളക്കാരുണ്ട്. ഒരാൾ ഭംഗിയായിട്ട് ശ്ലോകമൊക്കെ എഴുതും, ഒരാൾ അസലായിട്ട് സംസാരിക്കും. അങ്ങനത്തെ 2 മദ്ദളക്കാരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞൊരു വാചകം ഒരു മീറ്റിങ്ങിൽ. അദ്ദേഹത്തിനൊക്കെ ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ അല്ലെങ്കിൽ ഞാൻ ഗുരുനാഥനാണ് മറ്റുദ്ദേശിച്ചത്. ഗുരുനാഥനെ എങ്ങനെ കാണുന്നു അതുപോലെ കാണുന്ന ഒരാളാണ്. എന്നെ വിളിക്കെന്നെ നാരണോളെന്നാ വിളിക്കുക. അപ്പോൾ അത് വേറെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിനൊരു പ്രതികാരം ഉണ്ടോ? ഇന്ന് അതിനുശേഷം ഇറങ്ങിയ നമ്മുടെ വഴി പിന്തുടർന്ന ആൾക്കാരിൽ ഇന്ന് കലാമണ്ഡലത്തിൽ കാണുന്ന ഈ ചെറുപ്പക്കാർ മുഴുവൻ എൻ്റെ പ്രസംഗ വഴി കൂടെയാണ് അവർ നീങ്ങിയിട്ടുള്ളത് മുഴുവൻ. അതിൽ ചിലവർ പ്രത്യേകിച്ച് അവർ ഏത് സബ്ജക്റ്റും പറയാവുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. വിദേശത്ത് പോയിട്ടും കൂടി എൻ്റെ മലയാളത്തിലുള്ള ഡെമോൺസ്ട്രേഷൻ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ആ സമയത്ത് അമ്മ ഒരു അനുഗ്രഹം കിട്ടാറുണ്ട്. ധാരാളം അങ്ങ് ഒരുപാട് ലേഖനങ്ങൾ അതിൻ്റെയൊക്കെ സമാഹാരം ആയിട്ടാണല്ലോ മഞ്ജുതര പ്രസിദ്ധീകരിച്ചത്. അതോടൊപ്പം തന്നെ ഈ കലാമണ്ഡലത്തിലെ അധ്യാപന കാലവും അങ്ങയുടെ ശിഷ്യന്മാരെയും കൂടി ഒന്ന് സ്മരിച്ചാൽ സന്തോഷമായിരുന്നു. പ്രധാനപ്പെട്ട കലാമണ്ഡലത്തിൽ ജോലി കിട്ടിയതിൻ്റെ ഒരു പിന്നിലത്തെ രഹസ്യം ഇനി ഒരു സ്ഥാപനത്തിലേക്കും ഇല്ല. ഞങ്ങൾ തിരിച്ചു വന്നു. വൈഫും 72 വിവാഹം കഴിഞ്ഞു. ഈ ആചാര്യന്മാരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടിയാണ് വിവാഹം കഴിഞ്ഞ് ദർപ്പണയിലേക്ക് പോയി. അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഒരു കുട്ടി അവിടെ മൂത്ത അവിടെ വെച്ചിട്ടാണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർക്ക് ഇങ്ങനെ അടുപ്പിച്ച് ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അവർക്കാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മെഡിസിനേക്കാട്ടിലും കൂടുതൽ താല്പര്യം നമ്മുടെ ആയുർവേദമാണ്. അതും അവരെപ്പോഴും ഞാൻ ഈ കോട്ടയ്ക്കിലെ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ പി കെ വാര്യരുടെ ചികിത്സ അന്ന് എനിക്കുണ്ട്. എങ്കിലും ഇത് പറയുമ്പോൾ അത് കുറച്ച് കൂടുതൽ ഉൾക്കൊള്ളാൻ പറയും. അങ്ങനെ ഞങ്ങൾ അവിടെ മതിയാക്കി പോകും. എന്നാളിമയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, പറഞ്ഞയക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരോട് അവിടെ അന്ന് DYSP ആയിരുന്നിരുന്ന അതോ അതിലും ഉയർന്ന റാങ്കാണോ എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ഋഷികേശവൻ നായരെന്ന് പറഞ്ഞ ആൾ തിരുവനന്തപുരത്തുകാരൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് അവിടുത്തെ അന്ന്. അദ്ദേഹം മുഖാന്തരമാണ് ടിക്കറ്റ് എടുത്ത് തരണേ. ഞാൻ, വൈഫ്, കുട്ടി, അമ്മയുണ്ട്. അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ട്. കുട്ടിയെ നോക്കാനൊക്കെ ഒരാൾ വേണമല്ലോ. അമ്മയ്ക്കാണെന്ന് വെച്ചാൽ സന്തോഷമാണോ. അമ്മ ഞങ്ങൾ അവിടെ നിന്ന് അവരുടെ അനുവാദത്തോടു കൂടി ഇങ്ങോട്ട് വന്നു. ഇനി എന്താ ചോദ്യം വന്നു. ഒന്നാമത് ഒരു കൂട്ടുകുടുംബം, അവിടെ ഒരു ചെറിയൊരു കുട്ടി, നമ്മളാണെന്ന് വെച്ചാൽ ഒരു സ്ഥിര വരുമാനം ഇല്ലാത്തൊരാൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുടുംബത്തിൽ ഏതായാലും വേണ്ട, അവിടെയും വേണ്ട, എൻ്റെ വീട്ടിലും വേണ്ട, ഇവിടെയും വേണ്ട, അവിടെയും കൂട്ടുകുടുംബമാണ്. അങ്ങനെ വാടകയ്ക്ക് താമസിച്ചു 2 കൊല്ലം വടക്കാഞ്ചേരി. ഈ വാടക ആര് കൊടുക്കണോ എന്തെന്ന് പറയുമ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ ക്ലബ്ബുകളുണ്ട്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ. കണ്ണൂർക്ക് അന്ന് ആയിട്ടില്ല. ഈ കണ്ണൂരും പിന്നെ കോഴിക്കോടും എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്ന ക്ലബ്ബ് മെമ്പർമാരും ഇന്ന് ഈ കാണുന്നത് നിങ്ങൾക്ക് ഈ ലൈറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മോട്ടർ വരെ BKV നെടുങ്ങാടി ആണ് എനിക്ക് തന്നിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ മകളാണ് ജഡ്ജിയാണ്. ഇപ്പം അവരിവിടെ വന്ന് ഇവിടെ വന്നു. അവർ 2 പോലീസ് സെക്യൂരിറ്റിയോട് കൂടിയിട്ട്, അത് ഞാൻ എനിക്ക് പറയണതല്ല, എന്തോ അവർക്ക് നമ്മളോടൊരു പ്രത്യേക താല്പര്യം. അപ്പോൾ ഓട് കൂടിയിട്ട് ഇനി ഇത് വേണ്ട, നമുക്കൊരു കലാലയം ഉണ്ടാക്കുക. അതിന് ഇവിടുത്തെ ഒരു ചെറിയൊരു വിറ്റ് നോട്ടീസൊക്കെ അടിച്ച് പരസ്യം ചെയ്ത് നെല്ലുവായിലൊരു കലാലയം ഉണ്ടാവട്ടെ. പിന്നീട് കലാമണ്ഡലത്തിൽ വന്ന അധ്യാപകരിൽ 75% ഇവിടെ വന്ന് സഹകരിച്ച് പോയവരാ. സന്തോഷത്തെക്കാട്ടിലധികം അഭിമാനം തോന്നിയിട്ടുള്ളൂ. അവരൊക്കെ ഉയരങ്ങളിലേക്കാണ് പോയത്. കൈ അത്ര മോശമല്ല എന്നാണ് എല്ലാവരും പറയുക. കൊട്ടിലിൻ്റെ കൈ എത്രത്തോളം ഗുണമുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ കൊടുക്കുന്നതൊന്നും കീഴ്പ്പെട്ട് പോന്നിട്ടുള്ള ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ കുട്ടികൾ പ്രായമായി ക്ലാസ് സ്കൂളിൽ ഒക്കെ ചേരാൻ തുടങ്ങി. ഇവിടെ ഈ എരുമപ്പെട്ടിന് ഒരു സിനിമ ടാക്കീസ് ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെട്ടൊരു സിനിമ, അത് കാണാൻ പുറപ്പെട്ടതാണ് ഞങ്ങൾ, കുട്ടികളും ഞാനും വൈഫും കൂടെ.
അമ്പലത്തിൻ്റെ അവിടെ വന്നിങ്ങോട്ട് വലത്തോട്ട് ഇങ്ങോട്ട് തിരിയുന്ന ആ മൂലയ്ക്ക് എത്തുമ്പോണ്ട് ഒരു സഞ്ചിയും തൊഴിലുണ്ട്, ഒരു കുടയും പിടിച്ചിട്ട് അപ്പുക്കുട്ടി പുതുവളാശൻ അങ്ങോട്ട് വരുന്നു. വേറെ ഒന്നിന് ആറ്റുനോറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ചോദിച്ചു. അല്ല, നിങ്ങൾ മടങ്ങാൻ പുറപ്പെട്ടു. അപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞു. അയ്യോ, കുട്ടികളൊക്കെ കാണേണ്ട കാര്യമില്ല, പൊക്കോളും. ഞാൻ വന്നത് ഇപ്പോൾ ഇതിനാണ്, എനിക്കൊരു 6 മാസത്തെ ലീവ് വേണം, അത് അനുവദിക്കണമെങ്കിൽ പകരം നമ്പീശൻകുട്ടി വിദേശത്തേക്കും പോയിരിക്കുകയാണ്, അതുകൊണ്ട് വരണം, നാളെ വരണം, അവിടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ താൽക്കാലിക അധ്യാപകനായിരിക്കുന്ന സമയത്ത് 2-ാമത്തെ മാസം തന്നെ വളപ്പോണ ഓർഡർ തന്നു കയ്യിൽ. എന്തോ അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ അധ്യാപകനാവണത്. അപ്പോൾ അപേക്ഷ എഴുതി കൊടുത്തിട്ടല്ല. മനസ്സിലായി. ഞങ്ങളുടെ അവസാനത്തെ ആളെ ഞാനായിരിക്കും തോന്നും. അപ്പോൾ അതിനു മുമ്പ് ഉള്ളവർക്ക് കേട്ടിട്ടേ ഇല്ല. അതിന് ശേഷം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് ജോലിക്ക് എടുത്തിട്ടില്ല. അന്ന് പലവരും എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാനൊന്ന് പിറ്റേ ദിവസം അഡ്മിനിസ്ട്രേഷനിൽ ആ സ്ഥിരം പോസ്റ്റിൽ. അതെ, അല്ല അപ്പോൾ ആശാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുക, സർവീസ് കാലഘട്ടം മുഴുവൻ ഒരു ബ്ലാക്ക് മാർക്കും ഇല്ലാതെ, വിവാദങ്ങളുടെ ബഹളമായ കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് മാർക്കും ഇല്ലാതെ കടന്നു പോരാനുള്ളൊരു വഴിയും ആശാൻ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പഠിപ്പിച്ച കാലങ്ങളിലുള്ള ശിഷ്യന്മാരുടെ ആരൊക്കെയാണ് ഇപ്പോൾ? കലാമണ്ഡലത്തിലെ ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോഴേ ഞങ്ങൾക്ക് അങ്ങനെ ഒറ്റ തിരിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ സീനിയേഴ്സ് വരുമ്പോൾ അവരിങ്ങനെ മുമ്പിലേക്ക് പോകും. എൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മുടെ മീതെ വേറൊരാളില്ലാതിരിക്കണം. എങ്കിലും ഞാൻ വരുന്ന കാലത്ത് അവിടെ ചേരുമ്പോൾ വിദ്യാർത്ഥികളാണ് പെരുമനം ഹരി, പിന്നെ കുട്ടിനാരായണൻ, ശശിയൊക്കെ ഞാനാണ് അവിടെ കൊണ്ടുപോയി ചേർത്തിരിക്കുന്നത്. ഇവരൊക്കെ ഒരു ബാച്ചുകാരാണ്. അതിൽ ഒരു കൊല്ലത്തെ സീനിയോറിറ്റി ഈ ഹരിക്കും. ബാക്കിയുള്ളവരെ മുഴുവൻ ഞാൻ പോരുന്നവരെ കുട്ടികളെ എടുത്തതും ഞാൻ തന്നെയാണ്, കുട്ടികളെ കൊട്ടിപ്പിച്ചതും ഞാൻ തന്നെയാണ്, അരങ്ങേറ്റം വരെ. ഇപ്പോഴത്തെ മറ്റേ കലാമണ്ഡലത്തിന്റെ ചുമതലക്കാരനടക്കം സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിട്ട് പോലും ഒരുപക്ഷെ കലാമണ്ഡലത്തിൽ നിന്ന് ഈ ട്രാവലിംഗ് ഇതിൻ്റെ സൗകര്യമൊക്കെ നോക്കിയിട്ടാവും തോന്നുന്നു. അടുത്തതല്ലേ ഞാൻ താമസിക്കുന്നത്. ഏത് സമയമായാലും നമ്മൾ ചെല്ലും. കലാമണ്ഡലത്തിൻ്റെ ഒരു വാർഷികത്തിന്, കലാമണ്ഡലം വാർഷികത്തിന് സ്വാഗതം പറയാൻ കലാമണ്ഡലം കാറ് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ചില യോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെക്കുറിച്ച് ഞാൻ എൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ചില ശിഷ്യന്മാരത് തുറന്നു പറയാറുണ്ട്. അതിൽ ഒരാളാണ് നമ്മുടെ ചെർപ്പളശ്ശേരി ഹരി. അയാളോട് വീണ്ടും ചോദിക്കുക അത്രേ, പിന്നെ ഇൻ്റർവ്യൂ ബോർഡിലെ. അപ്പോൾ ഞാൻ തന്നെ ഒട്ടും പഠിപ്പിച്ചിട്ടില്ലേ. അല്ല, എന്നെ പഠിപ്പിച്ചത് മുഴുവൻ നാരായണാശാനെ പറഞ്ഞു. ഇത് കുറച്ച് പറഞ്ഞിരുന്ന ആളാണ് തൃപ്പൂണിത്തുറ ശശി. ഇവരെയൊക്കെ കൊടുന്ന് ശിവൻ എന്നെയാണ് ഏൽപ്പിച്ചത്. കേശവപ്പുതാള് ശിവൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരല്ലേ. പക്ഷേ കേശവപ്പുതാള് കൊടുന്നിട്ട് എന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അവരൊക്കെ പിന്നെ ശിഷ്യന്മാരെ എന്ന് പറയാൻ ഞാൻ മടിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങ് വർക്ക് ചെയ്ത് തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ വരെ ഈ കഥകളി മദ്ദളത്തിൻ്റെ അരങ്ങ് പ്രയോഗത്തിൽ അങ്ങ് കണ്ട മാറ്റങ്ങൾ അഥവാ ഒരു ഇംപ്രവൈസേഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് കഥകളി സാങ്കേതികമായിട്ട് കഥകളി രംഗത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ ശക്തിയായിട്ട് പറയേണ്ട ചില കാര്യങ്ങൾ. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അങ്ങനെ കേൾക്കേണ്ട കാര്യം. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കഥകളി മേളത്തിന് അത്ര വലിയ പാരമ്പര്യം പഴക്കം ഇതിന് പറയാനൊന്നും നമുക്ക് അവകാശപ്പെടാനില്ല. കഥകളി ഉണ്ടായ കാലം മുതൽക്ക് മേളമുണ്ട്, അത് ശരിയാണ്. പക്ഷേ എങ്കിലും ഇതിന് നേരത്തെ പറഞ്ഞില്ലേ, സിലബസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ സിലബസ് പോലെ തന്നെയാണ് ഇതിൻ്റെ കഥ. ഇതൊക്കെ പിന്നീട് വന്നിട്ടുള്ള ഈ ഭരണകർത്താക്കളുടെ ചില നിയമത്തിനനുസരിച്ച് ചില വിധേയരാവേണ്ട ചില കാര്യങ്ങളില്ലേ. പുസ്തകങ്ങൾ എഴുതാൻ വരെ പറഞ്ഞിട്ടുള്ള കഥകളുണ്ട്, അതിന് ശ്രമം നടത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല, അതൊക്കെ ഇപ്പോൾ വരുന്നതാണ്. നമുക്ക് ആ പഴയ പുസ്തകം ഒന്ന് എടുത്തിട്ട് നോക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ആധികാരിക ഗ്രന്ഥം എടുത്തിട്ട് നോക്കാനുള്ളത് ഇല്ല. ഒന്ന്. പിന്നെ രണ്ടാമത്
അപ്പോൾ അങ്ങ് ചോദിച്ച ഒരു വിഷയത്തിലേക്ക് ഞാൻ വരിക. ഇത് കഥകളി തുടങ്ങിയ കാലത്ത്, കഥകളി എന്നല്ല, നമ്മുടെ കേരളീയ നൃത്ത സങ്കല്പത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള അനുഷ്ഠാന കലകൾക്കടക്കം വാദ്യത്തിൻ്റെ അകമ്പടി ഇല്ലാത്ത ഒരു കലയും ഇല്ല, അല്ലേ? അറിയാലോ. അപ്പോൾ ഈ അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മുടെ എവിടുന്നാണോ തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ അത്രയും പൂർവികമായിട്ട് തുടങ്ങും. അങ്ങനെ തുടങ്ങിക്കൊണ്ട് വന്ന് അതിൻ്റെ കൂട്ടത്തിലൊരു മേളം, അങ്ങനെ നമുക്ക് അനുഭവത്തിൽ കൂടെ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് മനസ്സിലാവില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. തിരുവല്ല ഗോപാലപ്പണിക്കർ എന്ന് പറഞ്ഞൊരു ആശാണ്ടായിരുന്നു. വളരെ യോഗ്യനായിട്ടൊരു ആളാണ്. തെക്കൻ തിരുവിതാംകൂറിൽ ഞങ്ങൾ രാമപിള്ള ആശാൻ്റെ വേഷത്തിനൊക്കെ അദ്ദേഹം തന്നെ വേണമെന്നൊക്കെ നിർബന്ധം, അങ്ങനെയൊക്കെ ഒരു രീതിയിലുള്ള ഒരാളാണ്. അതുപോലെ ചേർത്തക്കാരനൊരാൾ ആയിരുന്നു, അന്ന് മദ്ദളത്തിനുണ്ടായിരുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ആശാനാണ്. ഈ കൊട്ടാരം ആശാൻ്റെ കീഴിലാണ് പിന്നീട് വന്നുള്ള കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ആശാൻ അടക്കം രണ്ടാം അധ്യാപകനായിട്ട് ഉണ്ടായിട്ടുള്ള കഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗോപാലപ്പണിക്കർ തന്നെ ഉരുളുകോല് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. പിന്നെ മദ്ദളത്തിന് സപ്പോർട്ട് വാദ്യമായിട്ടാണ് ഈ ചെണ്ട ഈ രംഗത്തേക്ക് വന്നത്. അതെന്താ അറിയോ? വീരരസപ്രധാനമായിട്ടുള്ള വേഷങ്ങൾക്കൊക്കെ മദ്ദളത്തിൻ്റെ ഇത് പോരാ, മംഗളധ്വനി മാത്രം പോരാ, അതിന് കുറച്ച് ഇത് ശക്തി കൂടുന്നെങ്കിൽ ചെണ്ട വേണം. അങ്ങനെ മദ്ദളത്തിന് സപ്പോർട്ട് വാദ്യമായിട്ടുള്ള വന്ന വാദ്യമാണ് ഇന്ന് കാണുന്ന നമ്മുടെ ചെണ്ട. പക്ഷെ കാലാകാലങ്ങളിൽ വരുന്ന ഓരോരുത്തരുടെ വ്യക്തിത്വത്തിൽ കൂടെ, അല്ലെങ്കിൽ അവർക്ക് പ്രയോഗ സാധ്യതകൾ കൂടുതൽ കണ്ടെത്താനുള്ള അവരുടെ ചിന്ത ആയിരിക്കാം ഇങ്ങനെ ഒരു വഴി വന്നത്. അതിനൊരു തുടക്കം കുറിച്ചത് കലാമണ്ഡലത്തിൽ തന്നെയാണ്. കലാമണ്ഡലത്തിൽ കലാമണ്ഡലം വിദ്യാർത്ഥികളിലെ രണ്ടാമത്തെ തലമുറയാണ് രാമൻകുട്ടി നായർ, കൃഷ്ണൻകുട്ടി പൊതുവാൾ, അപ്പുകുട്ടി പൊതുവാൾ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. അവരുടെ കൂട്ടത്തിലൊരാളായിരുന്നു കൊളാമംഗലത്ത് നാരായണൻ നായർ, പള്ളിപ്പാട്ട് അച്യുതമാരായിരുന്നു. പക്ഷെ അവരൊന്നും കോഴ്സ് പൂർത്തീകരിച്ചില്ല. ഇവർ പോയപ്പോൾ വെങ്കിച്ചസ്വാമിയാണ് ഇവരുടെയൊക്കെ ഗുരുനാഥനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. മേളത്തിനൊരാൾ, അത് വെങ്കിച്ചസ്വാമിയുടെ നേതൃത്വത്തിൽ. അതുവരെ മുഴുവൻ വെങ്കിച്ചസ്വാമി വരെ, കഥകളുടെ തുടക്കം മുതൽക്ക് വെങ്കിച്ചസ്വാമി വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മദ്ദളത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ ഇന്നും കേൾക്കാം നമുക്ക് അതിൻ്റെയൊക്കെ ചില സമ്പ്രദായങ്ങളൊക്കെ കേൾക്കുന്ന പല ആൾക്കാരുണ്ട്. ഇത് വന്നോട് കൂടിയിട്ട് ആണ് മഹാനായ നമ്മുടെ മൂത്തമന തിരുമനസിൻ്റെ ഈ രംഗത്തേക്കുള്ള വരവ്. അദ്ദേഹം കലാമണ്ഡലത്തിൽ അധ്യാപകനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് കോട്ടയ്ക്കിലായിരുന്നു കൂടുതൽ പഥ്യം. അങ്ങനെയാണ് കൃഷ്ണൻകുട്ടി പൊതുവാളാശൻ കളിക്കൊട്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടിയായിരുന്ന ആളായിരുന്നു കുട്ടമരാരസൻ. പക്ഷേ ഈ കലാമണ്ഡലം വള്ളത്തോള് അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള ഇത് എന്നൊക്കെ വരുമ്പോൾ മാത്രമല്ല, ഇതിനു വേണ്ടി മാത്രമാണ് ഈ സ്ഥാപനം, മറ്റേതിൻ്റെ കൂട്ടത്തിലൊന്നും. എങ്കിലും കുട്ടമരാരസൻ്റെ പ്രശിഷ്യ പാരമ്പര്യക്കാരാണെന്ന് കാണുന്ന 90% സംശയമില്ല. അപ്പോൾ ഈ വഴി ഉരുളുകോല് കൂടുതൽ വരാൻ കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ്റെ ചിന്തയിലേക്ക് ഉരുളുകോലിൽ മാത്രമല്ല, ഉരുളുകോല് വേണ്ടവിടത്തെ ആവാവൂ, അത് ഒരടി ചെയ്യുന്നോട്ട് ഒട്ടും എന്ന് പറഞ്ഞൊരു മുദ്ര കാണിക്കുക. അവിടെ ഒരു ഇതിരിട് തരാമെന്ന് കൂട്ടി നന്നല്ല, അത് ഒട്ടും ഇടും. അനുഭവപ്പെടുത്തലാണ് നമ്മുടെ കടമ. ഈ അനുഭവപ്പെടുത്തൽ മുഴുവൻ സാധകം കൂടുതലുള്ള ആൾക്കാർ എന്തെന്നില്ലാത്ത രീതിയിൽ തുടങ്ങി. മറ്റുള്ളവർ എന്നത് കൂട്ടിയെ കഴിയാഞ്ഞിട്ടാണോ കൂട്ടിയെ കഴിയുന്നിട്ടാണോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കേട്ടുകേൾവിയിലുള്ള അനുഭവത്തിൽ ഈ അനുഭവപ്പെടുത്തൽ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഏതോ ഒരു കാര്യത്തിൽ പറഞ്ഞതാണ്. ഈ കലാമണ്ഡലം, അതും കൃഷ്ണൻകുട്ടി പൊതുവാളാശൻ കുട്ടമ്മ, ഈ പിന്നെ ഇത് മാറിയത് അതുവേണല്ലോ പറയാൻ. അങ്ങനെ വെങ്കിച്ചസ്വാമികൾ രാവണിമേനോൻ ആശാൻ പോയി. അങ്ങനെ പഴമക്കാർ കലാമണ്ഡലം കൃഷ്ണൻ നായർ കലാമണ്ഡലം വിട്ടു. ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മേള വിഭാഗം ആകെ ശൂന്യായി. വീണ്ടും ശൂന്യവെച്ചാൽ ഇവരാണല്ലോ ആദ്യത്തെ.
വള്ളത്തോളിനാണെന്ന് വെച്ചാൽ രണ്ടാളെയാണ് അത്ര ഏറ്റവും പ്രിയം. ഒന്ന് തകഴി ഗുരു കുഞ്ചുകുറുപ്പാശാനിയും വെങ്കച്ചസ്വാമികളും. ഇവർ രണ്ടാളും പറഞ്ഞ കാര്യമാണ് അത്ര വള്ളത്തോളിന് ഏറ്റവും ഇഷ്ടം. രാവണിമനാശാനോട് സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ടുണ്ട്. എപ്പോഴാണ് ദേഷ്യപ്പെടാതെ അറിയില്ല, അങ്ങനെയാണ് അത്ര പറയുക. ഇത് കൃഷ്ണൻകുട്ടി പുതുവളാശൻ വെങ്കച്ചസ്വാമികളുടെ സ്ഥാനം കൃഷ്ണൻകുട്ടി പുതുവളാശന് വള്ളത്തോൾ അങ്ങോട്ട് കൊടുത്തു. ഗുരുനാഥൻ അപ്പുക്കുട്ടി പുതുവളാശൻ അതിനാണ്ട് വിധേയനായി. ഇതിപ്പോൾ നാരായണൻ നമ്പീശനോ ചാലക്കുടി നമ്പീശനോ ആയിരുന്നു അപ്പുക്കുട്ടി പുതുവളാശൻ്റെ സ്ഥാനത്ത് എങ്കിൽ ഒരുപക്ഷെ ഇത് തുല്യ പങ്കാളിത്തോടുകൂടി തന്നെ പറഞ്ഞേനെ. പക്ഷെ ഇന്നിപ്പോൾ അത് പോയി, അവർക്ക് ഫ്രീഡം കിട്ടി. കൃഷ്ണൻകുട്ടി പുതുവളാശൻ്റെ സീനിയേഴ്സായിരുന്ന ആചാര്യന്മാർ പോലും കൃഷ്ണൻകുട്ടി പുതുവളാശൻ്റെ കണ്ണിലേക്കാ നോക്കുക. ആദ്യം കണ്ണ് ചുമന്നിട്ടുണ്ടോ, കണ്ണ് ചുമന്നിട്ടുണ്ടോ പറഞ്ഞാൽ ധൈര്യത്തോട് കൂടിയിട്ട് പലവരെയും ശകാരിക്കുന്നതും പലവരും പുറത്ത് പോയിട്ട് അടിക്കല്ലാത്തവരെയൊക്കെ ചെയ്ത കഥകൾ നമുക്കറിയാം. അതുകൊണ്ട് പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിൻ്റെ കാഴ്ച, ഞാൻ അപ്പോൾ 4 ദിവസം മുമ്പ് എവിടെ ഒരു ഇതിൽ പറഞ്ഞു, ദൃശ്യഭംഗി എന്ന് പറഞ്ഞ ഒരു സംഗതിയില്ലേ, ഈ ദൃശ്യത്തിന് വലിയൊരു സൗന്ദര്യം വിഷയത്തിലുണ്ട്. ആരില്ല എന്ന് പറഞ്ഞിട്ട് കഥകളിയാണത്. ആ വേഷത്തിനെ നോക്കും, ചെണ്ടാമന്ത്രങ്ങൾ ഇട്ട് നിൽക്കുന്നത് നോക്കും, പാട്ടുകാരൻ എങ്ങനെയെങ്കിലും കാപ്പിക്കടയെന്ന് പറഞ്ഞൊരു തോർത്തുമുണ്ടും ചീറ്റിയിട്ട് വന്നിരുന്ന് പാടിയെന്നോ. അപ്പോൾ അവിടെ ഒരു പരിഭാവനത്വം ഉണ്ടായിത്തീരണമെങ്കിൽ ഈ സമ്പ്രദായങ്ങൾ മുഴുവൻ കൃഷ്ണൻകുട്ടി പുതുവളാശൻ കൊണ്ടുവന്നത് ഇവിടുത്തെ കഥകളി ആചാര്യന്മാർ മുഴുവനാണ് അംഗീകരിച്ചു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ കാര്യം പറയാനുണ്ടോ? ഈ ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളതാണ്. കുഞ്ചുനായരശൻ കോട്ടയ്ക്കിലുള്ള കാലത്ത് ഈ ഇപ്പോൾ ഉത്ഭവത്തിലെ രാവണൻ്റെ പുഷ്പവിമാനത്തിൻ്റെ വരവൊക്കെ ഇല്ലേ, ഇതിനിങ്ങനെ ആയിരുന്നില്ലേ കൊട്ടിയിരുന്നത്? അതിനൊരു പൊതു നിയമം ഉണ്ടായിരുന്നു. അതുവരെ കൊട്ടി വന്നിരുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. അതുപോലെ ഡഗ് 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 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പോയിട്ട് അതിന് ഭാവാത്മകമാക്കി തീർത്തു. ഇത് കേൾക്കാനായിട്ട് കലാമണ്ഡലത്തിൽ നിന്ന് കൃഷ്ണൻകുട്ടി പുതുവളാശനെ കോട്ടയ്ക്കിലേക്ക് ക്ഷണിച്ചു എന്നൊരു കഥയുണ്ട് നാട്ടുസംഘത്തിലേക്ക്. അപ്പോൾ കൊട്ടൊക്കെ വളർന്നിരിക്കുകയാണ്. 2 പക്ഷമില്ലാതെ പറയാം, അന്നത്തേക്കാട്ടിലും വളർന്നുണ്ട് ഇന്ന്. അത് ആരാണ് അതിൻ്റെ സൂത്രധാരൻ, എങ്ങനെയാണ് സൂത്രധാരൻ എന്ന് പറഞ്ഞ് അത് ഉള്ളിലുള്ളവന് ഉള്ളിലുണ്ടാവും. പരസ്യമായിട്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അത് പറയാൻ തന്നല്ലോ. പക്ഷേ എങ്കിലും ഒരു വലിയ പങ്കാളി. ഇപ്പോൾ ഇതൊക്കെ ചിന്തിക്കാനുണ്ടോ നമുക്ക്? ഇതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കണില്ലേ? അതിനെ നമ്മൾ മാനിക്കണോ തളർത്തണോ? ഇതാണ് എൻ്റെ ഇത് കൊട്ടു വിഷയത്തിലും ഈ കാഴ്ചപ്പാട് കൂടെയാണ് ഞാൻ കാണാറ്. അതാണ് നമ്മുടെ അതിനെ ചുവട് പിടിച്ച് മദ്ദളത്തിൽ എന്ത് മാറ്റാ വന്നേ വഴിയെ? മദ്ദളത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. മദ്ദളത്തിന് 4 പറയേണ്ടിടത്ത് 1 പറയുക എന്നൊരു തത്വമുണ്ട്. അങ്ങനെ ചെണ്ട ഉരുളുകോലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഭാവാത്മകമാകാൻ 2 കൈയിലും കോലുണ്ട്. ഒരേ തലയ്ക്കിലാണ് കൊട്ടുന്നത്. ഇത് ഒന്ന് സ്ത്രീയായിട്ടും ഒന്ന് പുരുഷനായിട്ടും സങ്കല്പിക്കുക. പുരുഷനാണ് സ്ത്രീ, അല്ല ചെണ്ട, സ്ത്രീയാണ് മദ്ദളം. അതാണ് ഈ മദ്ദളത്തിൻ്റെ ഒരു കവറിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? ആ ഒരു ലാസ്യത്തിൻ്റെ ഭാവത്തിലേക്കുള്ള ഒരു ഇതാണ്. ഈ ലാസ്യഭാവം ഇവരെയാണ് നമ്മൾ മാതാപിതാ എന്നൊക്കെ പറയുന്ന ഇതില്ലേ, എന്താ, മാതാജ പാർവതീ ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവശ്യോഭക്താഞ്ച സ്വദേശോ ഭുവനത്ര എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളൊക്കെ ഈ ഞങ്ങളുടെ വാദ്യകലകളിലുണ്ട്. ഇപ്പോൾ വലത്തെ കൈ കൊണ്ട് കൊട്ടുന്ന ഇടന്തലയും ഇടത്തെ കൈ കൊണ്ട് കൊട്ടുന്ന വലന്തലയും, ഒരാൾ ശിവനും ഒരാൾ പാർവതിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വാദ്യകലകളിലുണ്ട്. ഇത് ചെണ്ടയ്ക്കുണ്ട്, ഇത് മൃദംഗത്തിനുണ്ട്, മറ്റു വാദ്യകലകൾക്കും ഒക്കെ ഉണ്ട്. അച്ഛനും അമ്മയും ഇല്ലാതെ ഒന്നുമില്ല എന്നുള്ളതിൻ്റെ സാരാംശം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പൂർവീകർ കുറച്ച് ചിന്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. ഇപ്പം തന്നെ ഇതിൻ്റെ പേര് കേട്ടു, ഇടം എന്താ പേര് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഇടവും തലയും വായ്ത്താരിയും പേര് വളരെ അന്വർത്ഥായി എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ തലയിലേക്ക് എത്താൻ കുറേ താമസം തന്നെ. തലയിൽ എത്തിയിട്ടാണ് അവനാണ് ഈ ചിന്ത നടത്തിയിട്ട് മറ്റവർക്കൊക്കെ പിന്നെ വിഷയം കൊടുക്കണത്. അപ്പോൾ അത് വലിയൊരു വിഷയമാണ്. അപ്പോൾ അത് ഇങ്ങനെ കാലാകാലങ്ങളിൽ മാറ്റം ഈ നിറച്ചു കൊട്ടാനുള്ളൊരു ത്വര ഇപ്പോൾ മുമ്പത്തേക്കാളും കൂടിയുണ്ട്, സംശയമില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഗുരുഭക്തി വേണം എല്ലാവർക്കും. അത് കളയാനൊന്നും പാടില്ല.
പക്ഷെ ഈ ഗുരുഭക്തിയിൽ ഞങ്ങളൊക്കെ പേടിച്ച് വിറച്ച് എന്തെന്നില്ലാത്ത രീതിയിലായിരുന്നു ഗുരുനാഥന്മാരുടെ മുമ്പിൽ പെരുമാറിയിരുന്നു. അവിടെയും ഫ്രീഡത്തോടു കൂടി പെരുമാറിയിരുന്ന ശിഷ്യന്മാരൊക്കെ മേപ്പെട്ട് പോയിട്ട് പേടിച്ച് വിറച്ച് നിന്നവർ മുഴുവൻ കീഴ്പ്പെട്ടും പോയി. ശരി. എന്താ കാരണം? അവർക്ക് ഗുരുഭക്തി കൂടിയോണ്ടാണ് അവരിങ്ങനെ ചെയ്തത്. ഗുരുഭക്തി വേണം. സ്കൂൾ അധ്യാപകർ, നമ്മൾ ആദ്യം കാണുന്നത് സ്കൂളിലെ മാഷന്മാരെ, അവർ പറഞ്ഞു തരുന്ന ഭാഷയാണ് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം പതിയുന്നത്. അവിടെ ഇത്തരത്തിലുള്ള വികൃതികളും അടിയൊക്കെ അവിടെയുണ്ട്, അടിയൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഈ ഞങ്ങളുടെ ഈ കലാസ്ഥാപനങ്ങളിൽ പണ്ട് നടന്നിരുന്ന ആ ഒരു കാർക്കശ്യം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊന്നുമല്ല. ഇവരൊക്കെ അത് അനുഭവിക്കേണ്ടവരാണ്. ഞങ്ങൾ കുറേ അനുഭവിച്ചിട്ടുണ്ട്, അത് ഇവരും അനുഭവിക്കണം എന്നുള്ള കാഴ്ചപ്പാടുള്ള കുറേ ഗുരുനാഥന്മാരുണ്ടായിരുന്നു. അവരോടൊന്നും എനിക്ക് ഈ കാര്യത്തിൽ, തൊഴിൽപരമായിട്ടല്ല കാര്യത്തിൽ അന്നും വലിയ അടുപ്പുണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല. ഞാൻ എൻ്റെ കുട്ടികളെ അധികം തല്ലിയിട്ടുമില്ല. എൻ്റെ അതൊരു ഇപ്പം അങ്ങ് പറഞ്ഞത് വലിയൊരു വിഷയം തന്നെയാണ്. കാരണം കല പഠിപ്പിക്കാൻ എത്ര കണ്ട് എന്താ പറയുക, മനസ്സ് പാകാവണം എന്നുള്ളൊരു വിഷയം അധ്യാപകന് അത്യാവശ്യമാണ് കുട്ടികളുടെ കാര്യത്തിൽ. കുട്ടികളാണല്ലോ. അപ്പം ആ ഒരു ചിന്ത അങ്ങ് പങ്കുവെച്ച് സന്തോഷമായി. അതിനെ എന്തെങ്കിലും പറഞ്ഞ് പൂർത്തീകരിക്കുകയാണെങ്കിൽ അതും കൂടി കേൾക്കാൻ താല്പര്യം. ഇതിനെയാണ് ഒരു പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കല്യാണ സൗന്ദര്യത്തിൻ്റെ ഇരട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ ശിഷ്യനും ഈ ഗുരുവായിട്ട് 3-4 വയസ്സിൻ്റെ മാറ്റേ ഉള്ളൂ. അതും കൂടി ഓർക്കണം. ആ ആളെയാണ് ഈ ഗുരുനാഥൻ, ഈ ഗുരു എന്നുള്ള ആശാൻ എന്നുള്ള ഈ പദവിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യണത്. അവനോ എൻ്റെ ആശാനല്ലേ എന്ന കാഴ്ചപ്പാട് കൂടെ കാണുകയാണ്. പക്ഷെ ആ അടി കൊള്ളണ സമയത്ത് അതൊന്നല്ല. പല കുട്ടികളും ആത്മഹത്യ ചെയ്യാൻ പോയിട്ടുള്ള കഥകൾ അനവധിയുണ്ട്. അത് എണ്ണി പറയാൻ പറ്റില്ല. ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ഈ അഭ്യാസത്തിനെ. അത് കലാമണ്ഡലത്തിൽ മാത്രം വയ്ക്കണ്ട, കഥകളി പഠിപ്പിച്ചിടത്തൊക്കെ 90% ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനനുസരിച്ചൊക്കെ നമുക്ക് ജനങ്ങളിലേക്ക് ഇത് എത്രമാത്രം ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അന്നുണ്ട് ഇന്നുണ്ട് സംശയം. ഒരു 100 ആളെ ഇപ്പോൾ കഥകളി ക്ലബ്ബുകളുണ്ട്, കഥകളി സംഗീത സഭകളുണ്ട്. കഥകളി മഹത്തായ കലയാണ്, പൂർണ്ണ കലയാണ്. ഇതിനൊന്നും 2 പക്ഷം അന്നുമില്ല ഇന്നുമില്ല. അത് വേണ്ട പോലെ സഹൃദയരുടെ മനസ്സിലേക്ക് പതിച്ചു കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറില്ല. അതോ തയ്യാറുള്ളവൻ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് അതിന് അവസരം ഉണ്ടാവില്ല. ഒന്ന്. മറ്റൊന്ന്, ഇതിങ്ങനെയൊന്നുമല്ല, അങ്ങോട്ട് ചെയ്താൽ മതി ഒക്കെ നന്നായി. ഇപ്പം മേളം ആണല്ലോ നമ്മുടെ വിഷയം. ഈ മേളത്തിനെ കുറിച്ചുള്ള നിരൂപണങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാറില്ലേ? ഈ നിരൂപണത്തിൽ വേഷത്തിൻ്റെ നഖശികാന്തം വിഷയങ്ങൾ പറയും, സംഗീതത്തിൻ്റെ ഒരു പൊടിയും കൂടി മീതെ പറയും. മേളം കൈകാര്യം ചെയ്തിരുന്ന ഇവരാണ് ഒന്നാമത്. ഞാൻ ഇന്നാളൊരു മഹാനായ ഒരു കലാകാരനോട് സംഭാഷണ മധ്യേ സംസാരിച്ചു. കഥകളി അതിഗംഭീരായി എന്ന് പറയുന്നത് എപ്പോഴാണ്? വെളിച്ചാമ്പഴാണ്. സംശയിക്കണ്ട. അതാണ് ഇവന്റെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്നത്. അത് ബാല്യവധാവാം, രക്ഷയാകാവാം, അല്ലേ, ദുര്യോധനവധാവാം, പ്രധാനമായ ഇല്ലേ. അവിടെ ഇവൻ പെടുന്ന പാടുണ്ടല്ലോ, ഈ മേളക്കാരൻ എന്ന് പറഞ്ഞ ആൾ പെടുന്ന ഒരു കഷ്ടതയുണ്ടല്ലോ, ഇത് ഉൾക്കൊള്ളാൻ മേളം ഇന്ന ആൾക്കാരായിരുന്നു, നന്നായിരുന്നു, കഴിഞ്ഞു. അത് ഇന്ന കുറവുകളുണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ 4 ദിവസം മുമ്പ് ഇത് പഞ്ചവാദ്യത്തെക്കുറിച്ചും മേളത്തെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത് ഇത് പറഞ്ഞു കേട്ടോ. ഇത് എനിക്ക് പറയണാവും. അപ്പോഴൊക്കെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് കയ്യടികൾ വന്നിരുന്നു, അത് ഞാൻ കേട്ടിരുന്നു. ഇത് നിരൂപണം ചെയ്യലും കൂടെ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ വക വിഷയങ്ങൾ. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ആചാര്യന്മാരുടെ ഒരു കാര്യം അങ്ങ് ചോദിച്ചതിലൊക്കെ, ഈ ആചാര്യന്മാരിൽ അതൊരു നിമിത്തം പോലെ സാധിച്ചിട്ടുണ്ട്. രാവണിമേനോൻ തൊട്ടിട്ട് വെങ്കച്ചസ്വാമി രാവണിമേനോൻ തൊട്ടിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മഹത്തായിട്ട് കണക്കാക്കുന്നത് കോട്ടയ്ക്കിൽ കുട്ടന്മാരാരസനെ കുറിച്ച് ഒരു അനുസ്മരണത്തിന് എന്നെ ക്ഷണിച്ചു. ഞാൻ പോയിരുന്നു. മഹാനായിരുന്ന PK വാര്യരാണ് അധ്യക്ഷനായിട്ടിരിക്കുന്നത്. ഇന്നത്തെ മാനേജ് ട്രസ്റ്റ് മാധവൻകുട്ടി വാര്യർ, ഇവരൊക്കെ മുമ്പിൽ ഇരിപ്പുണ്ട്. ദൃശ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ആ ദൃശ്യം
ഇദ്ദേഹം നിൽക്കുന്നതും ഈ ചെണ്ട കിടക്കുന്നതും രണ്ട് സ്ഥലത്താണ്. 1 കിലോമീറ്ററെങ്കിലും ദൂരം കാണും. അല്ല, അതിശോക്തിയായിട്ട് പറയുകയാണെന്ന് വിചാരിക്കണ്ട, മറ്റുള്ളവരെക്കാട്ടിലും അകലത്തിലാണ് ഈ ചെണ്ട കിടക്കുന്നത്. ഇവിടെ പോയിട്ടാണ് ഈ കൈ ഓർന്നിട്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ജനങ്ങളെ ശ്രദ്ധിപ്പിക്കുന്നത് പറഞ്ഞാൽ അത് സാധാരണ ഒരു മനുഷ്യനാണോ? മറ്റവരൊക്കെ ചുരുക്കി ഇങ്ങോട്ട് മറ്റത് ഇവിടെ പോയിട്ടാണ്. അത് പറഞ്ഞു അവിടെ അടിച്ചു കയ്യെ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തത്, ഞാൻ കേമത്തത്തിൽ പറയല്ല, ഇത്തരത്തിലുള്ള നിരൂപണങ്ങളാണ് ഒരാൾ പറയണതെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കുമ്പോൾ ഒന്ന് പിന്നെ ഭാവാത്മകമാക്കി തീർക്കാൻ. ഇപ്പം ഈ ക്രമീരൂപത്തിലെ ധർമ്മപുത്രർ പട്ടമച്ച് കലാശം ഞാനൊക്കെ അടിച്ചു കൂട്ടിയിരുന്ന ആളാണ്. ഈ അടിച്ചു മാവേലിക്കര വെച്ച് ഗോപിയാശൻ്റെയാണെന്ന് തോന്നുന്നു ധർമ്മപുത്രർ. ഗോപിയാശൻ ഒന്ന് കണ്ണുകൊണ്ടും എല്ലാം ഒന്ന് കാണിച്ചു. അപ്പോൾ ചട്ടക്കാരൻ ഒട്ടും കുറവല്ലാതെ കണ്ട് അയാളും ഇയാളെക്കാട്ടിലും ശബ്ദം കേൾക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെക്കാട്ടിലും ഞങ്ങൾ കേൾക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ അവസ്ഥ നമ്മൾക്ക് ഉള്ളി അങ്ങോട്ട് ഇറങ്ങി ചെന്നാലെയാണ് അതിൻ്റെ ഈ ഭാവം നമ്മളിൽ കൊണ്ടുവരാൻ ആരാണോ ശ്രമിക്കണമെന്ന് വെച്ചാൽ അവരൊക്കെ ഭാവനാസമ്പന്നർ തന്നെയാണ്. അവരിൽ നിന്ന് നമുക്ക് ഇതിലും വലിയതൊക്കെ നമുക്ക് നാളെ പ്രതീക്ഷിക്കുകയും ചെയ്യാം, സംശയിക്കേണ്ട. ഞാനതിനെ ബഹുമാനിക്കുന്ന ആളാണ്. എന്താ പറയേണ്ട കാര്യത്തിൽ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു. നല്ലതിനെ നല്ലതെന്ന് പറയാൻ നമുക്ക് മടിക്കണോ? പക്ഷെ പോരായ്മകളും ചൂണ്ടാതെ പറ്റുമോ? അതുപോലെ തന്നെ മദ്ദളത്തിൻ്റെ മറ്റൊരു വലിയ എന്താ പറയുക സാധ്യതയുള്ള കലയാണ് പഞ്ചവാദ്യം. ഈ പഞ്ചവാദ്യത്തിന് അങ്ങയുടെ ഓർമ്മയിൽ മദ്ദളം കൈകാര്യം ചെയ്തിരുന്ന പ്രശസ്തർ, അതേമാതിരി അക്കാലത്തെ ചെണ്ടയിലുണ്ടായിരുന്ന പ്രശസ്തർ, അവരെയൊക്കെ ഈ തലമുറയ്ക്ക് പരിചയമില്ലാണ്ട് ആയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങി.